നല്ല കോടയാണ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങളിപ്പോൾ ഗുൽമാർഗിലോട്ട് പോവുകയാണ്. ഇപ്പം സമയം 10:16. ഫുൾ ഫോഗാണ്, ഒന്നും കാണുന്നില്ല. എക്കോ വില്ലേജ്. ഞങ്ങളുടെ യാത്ര ചെറുതായിട്ടൊന്ന് ഡൈവേർട്ടായി. ഞങ്ങൾ ഡ്രങ്ക് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പം അടിപൊളി സൈറ്റാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ വലിയ വണ്ടികളൊന്നും പറ്റില്ല, കാറ് അങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികളാണ്. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം പെർ ഹെഡ് 2000 രൂപയാണ് വരുന്നത്. ഞങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഇതൊത്ത് കിട്ടി. അപ്പം ഞങ്ങൾ അവിടെ തൊട്ട് പോവുകയാണ്. പിന്നെ ഡിസംബർ ജനുവരി മാസമാണ് ഇതിൻ്റെ നല്ല സൈറ്റായിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കണ്ടത്. ഞങ്ങൾ ഡ്രങ്ക് വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര യാത്രയായിരുന്നു കേട്ടോ. ഒരു വണ്ടിയിൽ ഒരാളാണ്. അപ്പോൾ എൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് അയാൾ വണ്ടി വിട്ടത്. ജുദാനെല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ്. എനിക്കതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അറ്റ് ലാസ്റ്റ് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഒരു സന്തോഷമുണ്ട്, അതിനപ്പുറം ചെറിയൊരു പേടിയുണ്ടായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. വാട്ടർഫോൾസ് അല്ല കേട്ടോ. അതായത് അതിൻ്റെ മുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളം താഴെയുള്ള ഗ്രാമങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാങ്കിൽ ശേഖരിക്കുന്നുണ്ട്. ആ ടാങ്കിൻ്റെ പൈപ്പ് തുറന്നിടുമ്പോഴാണ് ഇങ്ങനെ വെള്ളം, ഇങ്ങനെ വാട്ടർഫോൾസ് ഉണ്ടാകുന്നത്. അതാണ് അത്. ഈ സീസണിൽ, ഇത് ഡിസംബറാണ്, ഈ സീസണിൽ ഇതിങ്ങനെ ഫ്രോസ് ആവും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റും ഭംഗിയും. ഇവിടെ എത്തിയപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ഒരു കാഴ്ച കണ്ടത്. നല്ല തണുപ്പുണ്ട് ഗൈസ്, അതുപോലെ റെയിൻബോ കാണുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തു. വീഡിയോ ഷൂട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഞങ്ങൾക്ക് ഇതിങ്ങനെയൊക്കെ പറഞ്ഞു തന്നത്, അങ്ങോട്ട് തിരി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു തന്നത് ഞങ്ങളെ ഡ്രൈവർ തന്നെയാണ്. അയാൾ ഒരു ഇതിലാണ് ഞങ്ങൾ ഫുൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്തത്. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് യാത്ര പറയുകയാണ്. ഇനി അടുത്തത് ഗുൽമാർഗ്. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തത്. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഗുൽമാർഗിൽ എത്തിയിരിക്കുകയാണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗങ്ങളാണ്. ഇവിടെയാണ് സ്ട്രോബെറി ഉണ്ടാകുക. ഇത് തന്നാലെ ഇവിടെ പൊടിക്കുന്ന, എന്നിട്ട് വിളവെടുപ്പ് നടത്തും. അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത്. ജാക്കറ്റൊക്കെ കഴിച്ച് വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതുപോലെ എടുത്തു. ഇതേതാണ്ടൊരു വീഡിയോ നോക്കുമ്പോൾ ഞങ്ങളെ പിടിക്കാൻ വരുന്ന തീവ്രവാദിയിട്ടിട്ടുണ്ട് പ്രതിയാട്ടം വരുന്ന കാണുമ്പോൾ. അത് കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാവരും പോയി. ഞങ്ങൾ ഡ്രൈവർ മാത്രം വന്നില്ല. ഞങ്ങളാകെ ടെൻഷനിലായി. വിളിച്ചപ്പോൾ അവരിതാ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ അവരെ കാണാൻ സംഭവിച്ചത് അവരുടെ അടുത്ത് പാർക്കിംഗ് ഏരിയ മാറിപ്പോയി. അങ്ങനെയാണ്. പിന്നെ അവിടെയുള്ള കുറച്ച് കാശ്മീരികളെല്ലാം ഞങ്ങളെ സഹായത്തിനെത്തി വിളിച്ച് അങ്ങനെ ഡെസ്റ്റിനേഷനൊക്കെ പറഞ്ഞു കൊടുത്ത്. ഗുൽമാർഗിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ